പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ സ്ഥലം നന്നായിരിക്കുന്നില്ലേ? കാണാൻ മനോഹരമായിരിക്കുന്നില്ലേ? ഇത് ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന പട്ടണത്തിലുള്ള ഹാർബറിന്റെ ഭാഗമാണ്. ഈ സ്ഥലം വളരെ ഭംഗിയുള്ളതാണ്. ഇവിടെയാണ് ഓപ്പറ ഹൗസ് ഉള്ളത്. അനേകം ജനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ഇത് കാണാനായി വരുന്നുണ്ട്. ശരി, ഈ ദിവസത്തേക്ക് ദൈവം തന്നിരിക്കുന്ന വചനം എന്താണ് എന്ന് ചോദിച്ചാൽ, മീഖ എഴുതിയ പുസ്തകത്തിൽ 7-ാം അധ്യായം 8-ാം വാക്യം, എന്റെ ശത്രുവായവനെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അതായത്, ഒരു ഓട്ടമത്സരത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണെന്നിരിക്കട്ടെ. പെട്ടെന്ന് കാല് തെറ്റി താഴെ വീണാൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സഹതപിക്കും, എഴുന്നേറ്റോടണമെന്ന് ആഗ്രഹിക്കും. ശത്രുക്കളാണെങ്കിലോ അവർ സന്തോഷിക്കും, അവൻ വീണു, കഴിഞ്ഞു, ഇനി ജയിക്കില്ല എന്ന്. അതേപോലെ തന്നെ നമുക്കും ഒരു ശത്രുവുണ്ട്. അവനാണ് പിശാച്. നാം ദൈവം പറയുന്നത് പോലെ ഓട്ടമത്സരത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് ചില വീഴ്ചകൾ ഉണ്ടാകും, ഒരു ചെറിയ തളർച്ചയുണ്ടാകും, ചെറിയ ഒരു സങ്കടമുണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങും. ചില സമയത്ത് എന്താണിത് എന്ന് പറയും. ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചിട്ട് എന്ത് ബലം എന്ന് മനസ്സ് തളർന്നു പോകും. ചില സമയത്ത് ചില പാപങ്ങളിൽ ഇടറി വീഴുന്ന ചില പരിതസ്ഥിതികൾ ഉണ്ടാകും. വീണുപോയല്ലോ എന്ന് ദുഃഖിക്കും. അപ്പോൾ സാത്താൻ കൈയടിച്ച് സന്തോഷിക്കും, നീ വീണോ, കഴിഞ്ഞു, യേശു യേശു എന്ന് പറഞ്ഞ് ഓടിയവനല്ലേ നീ, അതൊക്കെ ഇന്നത്തോടെ തീർന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കും. പക്ഷേ അവന്റെ സന്തോഷം നിലനിൽക്കുകയില്ല. നമുക്ക് വീണ്ടും എഴുന്നേറ്റോടാൻ സാധിക്കും. വീണാൽ അവിടെ തന്നെ കിടന്നുകൊണ്ടിരിക്കരുത്. അതാണ് പറയുന്നത്, എന്റെ ശത്രുവേ, നീ സന്തോഷിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും. വീണ്ടും ഓടാനാവും, വീണ്ടും എഴുന്നേറ്റോടാനാവും. ഓടുന്ന വഴിയിൽ ഓട്ടമത്സരത്തിൽ ചില സമയത്ത് ഇടറി വീണു പോകും. എഴുന്നേൽക്കാം, ഓടിത്തീർക്കണം, അതാണ് പ്രധാനം. അതിനാൽ കിടന്നുകൊണ്ടിരിക്കരുത്. പ്രാർത്ഥന ഉപേക്ഷിച്ചുവോ? പള്ളിയിൽ പോകുന്നത് വിട്ടുകളഞ്ഞോ? കർത്താവിന് സേവ ചെയ്യുന്നത് വിട്ടുകളഞ്ഞോ? എഴുന്നേൽക്കൂ, തളരരുത്, വീണ്ടും എഴുന്നേൽക്കൂ. ദൈവം പറയുന്നു, എഴുന്നേൽക്കൂ മകനെ, എഴുന്നേൽക്കു മകളെ, ഓട്, നിനക്കതിന് സാധിക്കും, നിനക്ക് ഓടി വിജയിക്കാനാകും. പിശാചിനെ സന്തോഷിക്കാൻ അനുവദിക്കരുത്. അവൻ സന്തോഷിക്കുന്നത് കണ്ടോ? പിശാചെ, സാത്താനെ, സന്തോഷിക്കേണ്ട, ഞാൻ എഴുന്നേറ്റോടും, വിജയം വരിക്കും, എന്റെ ഓട്ടം ഓടിത്തീർക്കും, ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ പറയൂ. എന്തിനു ഭയപ്പെടുന്നു? എല്ലാം തീർന്നു, അവസാനിച്ചു, എന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. സാധിക്കും, ഓടി അവസാനിപ്പിക്കാനാകും, ജയിക്കാനാകും. ദൈവം നിങ്ങളോടാണ് പറയുന്നത്, വീണ്ടും പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിക്കൂ. വീണ്ടും ചർച്ചിലേക്ക് പോകൂ, ശുശ്രൂഷ ചെയ്യൂ, പ്രാർത്ഥനാ സംഘത്തിലേക്ക് പോകൂ. ദൃഢതയോടെ ഇരിക്കൂ. കർത്താവ് നിങ്ങൾക്ക് ബലം നൽകി നടത്തും. പിശാചിനെ ലജ്ജിപ്പിക്കൂ. ഇപ്പോൾ ദൈവത്തോട് പറയൂ, ദൈവമേ, ഞാൻ അങ്ങയെ ലജ്ജിക്കാൻ സമ്മതിക്കില്ല. സാത്താനെ ലജ്ജിപ്പിക്കും. എന്റെ ശത്രുവാകുന്ന സാത്താനെ, നീ സന്തോഷിക്കേണ്ട. ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഞാൻ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിജയത്തോടെ ഓടിത്തീർക്കും. ആമേൻ, ആമേൻ.